ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ ജിതിനെ വിളിച്ച് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ജയയുടെ ആത്മാവും ഗായത്രിയമ്മയുടെ ആത്മാവും പാർവതിക്ക് കാവലായി ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പാർവതിയെ കൊല്ലാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊന്നും അതൊന്നും നടക്കാത്തതെന്നും ജാസ്മിൻ പറയുമ്പോൾ ജിതിൻ പറയുകയാണ്, അതൊക്കെ നിനക്ക് തോന്നുന്നതാകും. ഇന്നലെ ജയയുടെ പിറന്നാളായിരുന്നു. നീ ജയയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർത്ത് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയത്. അല്ലേട്ടാ, ആ ഗായത്രി ദേവിയുടെ ആത്മാവ് എന്റെ ഫോണിലെ വീഡിയോയിൽ പതിഞ്ഞതാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജിതിൻ. എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ജാസ്മിൻ പറയുമ്പോൾ ജിതിൻ പറയുകയാണ്, അതിന് ആദ്യം ഞാൻ പുറത്തിറങ്ങണം, അല്ലാതെ ഒന്നും നടക്കില്ല. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. ചേച്ചി, ജാസ്മിൻ പറഞ്ഞതുപോലെ ഗായത്രി ദേവി ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആപത്താണ്. ചിലപ്പോ ഇനി അതുപോലെ വിശാലിന്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റാരുടെയെങ്കിലും ഫോണിലാണ് വീഡിയോ പതിയുന്നതെങ്കിലോ? ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഗായത്രി ദേവി നമ്മൾ ചെയ്ത ക്രൂരതകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ പ്രതാപനെ നോക്കുകയാണ്. ഏതെങ്കിലും കൊടിയ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി അവളുടെ ആത്മാവിനെ എത്രയും പെട്ടെന്ന് ബന്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാ പ്രതാപ എന്ന് പ്രഭാവതി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയും കഥകടച്ച് കുറ്റിയിടുകയും ചെയ്യുന്നു. എന്താ ജാസ്മിൻ, നീ എന്തിനാ കഥക് കുറ്റിയിടുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പേടിച്ചു പോയോ? ഞങ്ങൾ എന്തിനാ ജാസ്മിൻ പേടിക്കുന്നത്? അത് പിന്നെ മറ്റാരും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എൻ്റെ ഏട്ടനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കണം. എനിക്കതിന് നിങ്ങളുടെ സഹായം വേണം. എൻ്റെ ജാസ്മിൻ, അതൊക്കെ വല്ലാത്ത ഊരാ കൊടുക്ക. ഞങ്ങൾക്കതിലൊന്നും തലയിടാൻ ഒരു താല്പര്യവുമില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ സഹായിക്കാമെന്ന്? എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? പക്ഷേ നിങ്ങൾ എന്താണെങ്കിലും എൻ്റെ ഏട്ടനെ ജയിലിൽ നിറക്കാൻ സഹായിച്ചേ പറ്റൂ. നീ എന്താ ജാസ്മിൻ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഭീഷണിയായിട്ട് തന്നെ കൂട്ടിക്കൊള്ളാൻ ജാസ്മിനും പറയുന്നു. നീ ഞങ്ങളെ എന്ത് വെച്ച് ഭീഷണിപ്പെടുത്തുമെന്നാ പറയുന്നത്? അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് കരുതേണ്ട ജാസ്മിൻ എന്ന് പ്രഭാവതി പറയുമ്പോൾ ജാസ്മിൻ തൻ്റെ കയ്യിലുള്ള പെൺഡ്രൈവ് ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ കുടുംബത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ചതികളും ഇനി നടത്താൻ പോകുന്ന ചതികളും എല്ലാം തന്നെ തെളിവുകളടക്കം ഈ പെൺഡ്രൈവിൻ്റെ അകത്തുണ്ട്. ഇതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. നിങ്ങൾ ചേച്ചിയും അനിയനും കൂടി സംസാരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. എൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിലേ ഈ പെൺഡ്രൈവിലുള്ള വിഷ്വൽസ് ഞാൻ എല്ലാവരെയും കാണിക്കും. ഇത് കേൾക്കുന്ന പ്രഭാവതി ആദ്യമൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ മാറി കൈകെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പ്രഭാവതിയും പ്രതാപനും ചിരിച്ചുകൊണ്ട് ജാസ്മിനെ നോക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ജാസ്മിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ജാസ്മിനെ, നീ ഇപ്പോൾ കാണിച്ചത് ട്രെയിലറാ, ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് സിനിമയാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പ്രഭാവതിയോട് പറയുകയാണ്, ചേച്ചി അതൊന്നെടുത്ത് കാണിച്ചു കൊടുത്തേ. തുടർന്ന് പ്രഭാവതി ജാസ്മിന് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. പൗർണമി പൂജയുടെ പ്രസാദത്തിൽ ജാസ്മിൻ ഉറക്ക ഗുളിക കലർത്തുന്ന വീഡിയോ ആയിരുന്നു അത്. എന്താ ജാസ്മിൻ, ഈ വീഡിയോ ഞാൻ വിശാലിനെയും പാർവതിയും ബാക്കിയുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കട്ടെ? എടി, ഈ വീഡിയോ പ്രതാപൻ എനിക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടും ഞാനിത് ആരെയും കാണിക്കാൻ മുതിർന്നില്ല. നിന്നെ എന്താണെങ്കിലും ഞങ്ങൾ ഒറ്റില്ല. പക്ഷേ നീ ഞങ്ങളെ എങ്ങാനും ഒറ്റാൻ നോക്കിയാലേ അങ്ങ് തീർത്ത് കളയും. ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്നും പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ മുറിയിലേക്ക് വരുന്ന പല്ലവി പാറുവിന്റെ ഒരു സാരി എടുത്ത് ഉടുത്തു നോക്കുന്നതാണ്. അതേസമയം അതിലെ പോകുന്ന വിപിനോട് സാരിക്ക് പ്ലീറ്റ് എടുത്ത് തരാൻ പറയുകയാണ്. അങ്ങനെ വിപിൻ പ്ലീറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ പല്ലവി പറയുകയാണ്, സാറിന് ഒരു കാര്യം അറിയാമോ? അടുത്ത വർഷം ഈ സമയം ഈ സാരി വെച്ച് ഞാനൊരു തൊട്ടില് കെട്ടും. ഇത് കേൾക്കുന്ന വിപിൻ ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, കല്യാണത്തിന് മുമ്പ് കുഞ്ഞുണ്ടായാലേ ഈ സാരി വെച്ച് നീ അങ്ങ് ഫാനി തൂങ്ങേണ്ടി വരും. എനിക്കങ്ങ് വയ്യ ഈ പ്ലീറ്റ് എടുക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് വിപിൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ജിതിനെ വിളിച്ചു പറയുകയാണ്. പ്രഭാവതിയും പ്രതാപനെയും അങ്ങ് തീർത്ത് കളഞ്ഞാലോ ഏട്ടാ എന്ന് ജിതിനോട് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ്, നീ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് വിശാലിനോട് ചോദിക്കണം, എന്റെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞിട്ട് എന്താ നടത്താത്തതെന്ന്. ഇന്ന് തന്നെ വിശാലിനെ കൊണ്ട് നീ ഒരു ഡേറ്റും എടുപ്പിക്കണമെന്ന് ജിതിൻ പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് ജാസ്മിൻ. അതേസമയം ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു മണിക്കുട്ടൻ. ഇതിപ്പോ തന്നെ പാറുവിനെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കുട്ടൻ പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പാറു, നീ വല്ലതും അറിയുന്നുണ്ടോ? അവിടെ ആ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ വിവാഹം കഴിക്കാനായി പദ്ധതി ഇടുന്നുണ്ട്. കേൾക്കുന്ന പാറു പൊട്ടിച്ചിരിക്കുമ്പോ മണിക്കുട്ടൻ ചോദിക്കുകയാണ്, നീ എന്താ പാറു, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? എന്റെ മണിക്കുട്ട, അവളുടെ തന്ത്രങ്ങളെല്ലാം പാഴായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇനി എത്രയൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും എനിക്കതിനെയൊന്നും ഒരു പേടിയുമില്ല. പാറു, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. നീ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനെ കിട്ടും. ഓരോ നിമിഷവും വിലപ്പെട്ടതാ, നീ ഒന്ന് ചിന്തിച്ചു നോക്കാൻ മണിക്കുട്ടൻ പറയുമ്പോൾ ശരിവെക്കുകയാണ് പാറുവും. അതേസമയം പാറുവിന് പെട്ടെന്നെന്തോ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ്. വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീയുടെ ദേഹത്തുനിന്നും
ചോര പൊടിയുന്ന ദൃശ്യമാണ് പാറു കാണുന്നത്. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.